എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നമുക്കറിയാം ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻ്റ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഇതാണ് ഈ ഒരു എമിറ്റർ പ്ലേറ്റിനും കളക്ടർ പ്ലേറ്റിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇല്ലാതെ തന്നെ, ഈ ഒരു ബാറ്ററിയുടെ അറേഞ്ച്മെൻറ്റ് ഇല്ലാതെ തന്നെ ഇവിടെ കറണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ എനർജിയിലുള്ള ലൈറ്റാണ് ഈ ഒരു ഫോട്ടോ എമിറ്റിംഗ് പ്ലേറ്റിൽ വന്ന് പതിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ ഒരു കറണ്ട് നമുക്കിവിടെ അമ്മീറ്ററിൽ മെഷർ ചെയ്യാനും പറ്റും. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാതെ തന്നെ, ഒരു പൊട്ടൻഷ്യലും അവിടെ കൊടുക്കാതെ തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഗ്രാഫിൽ ആദ്യം കാണിച്ചത്. അറ്റ് സീറോ പൊട്ടൻഷ്യൽ, ഞാൻ ഈ I1ൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. I1ൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിലുള്ള, സപ്പോസ് റെഡ് ലൈറ്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ I1 എന്ന് പറയുന്നത് ഒരു 100 വാട്ടാണെന്ന് വിചാരിക്കുക. 100 വാട്ട്. അപ്പോൾ ഈ ഒരു 100 വാട്ടിൽ ഒരു പൊട്ടൻഷ്യലിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു പൊട്ടൻഷ്യൽ പോലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ എന്താണ്, ലൈറ്റ് വന്ന് ആ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ പതിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കറണ്ട് അമ്മീറ്ററിൽ മെഷർ ചെയ്യാനും പറ്റും. അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അതാണ് അറ്റ് സീറോ പൊട്ടൻഷ്യൽ ദർ ഇസ് എ വാല്യൂ. കറണ്ടിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അവിടെ കറണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ അങ്ങ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ കളക്ടറിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും എമിറ്ററിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഈ പോസിറ്റീവാണ് അല്ലേ, ഇവിടെ കളക്ടറിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ദെൻ ഇവിടെ എമിറ്ററിൽ എന്താണ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരും. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നു. നമ്മളിവിടെ എന്താണ്, റിയോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്യുന്നു. റിയോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ അതിനനുസരിച്ച് എന്താണ്, ഈ ഒരു രണ്ട് പ്ലേറ്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യലിനും ചേഞ്ച് വരുന്നു. അപ്പോൾ ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് വന്ന് പതിക്കുന്നു, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, പ്ലസ് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ, ആ പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എന്താണ്, ഒരു കറണ്ട് നമുക്ക് അമ്മീറ്ററിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതാണ് ആദ്യം സീറോ പൊട്ടൻഷ്യലിൽ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യലിൻ്റെ വേറൊരു പൊട്ടൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും അവിടെ ഒരു ഫോട്ടോ കറണ്ട് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. പിന്നീട് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ അത് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്നു അല്ലേ. അവിടെ പിന്നെ ആ ഒരു പാർട്ടിക്കിൾ കടന്നു വരുന്ന പാർട്ടിക്കിളെല്ലാം തന്നെ എന്താണ്, അവിടെ പിന്നെ അവിടെ പാർട്ടിക്കിളില്ല, ഫ്ലോ ചെയ്യാനായിട്ടുള്ള പാർട്ടിക്കിൾ ഇല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ കറണ്ട് എത്ര കൂട്ടിയെന്ന് പറഞ്ഞാലും, പൊട്ടൻഷ്യൽ എത്ര കൂട്ടിയെന്ന് പറഞ്ഞാലും കറണ്ട് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അതിനാണ് നമ്മൾ സാച്ചുറേഷനിൽ എത്തിയെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, കളക്ടറിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും എമിറ്റർ പ്ലേറ്റിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണ് അപ്ലൈ ചെയ്ത്. ഇനി നേരെ തിരിക്കാൻ പോവാണ്. ഏതാണ്, കമ്മ്യൂട്ടേറ്റർ നേരെ തിരിക്കുന്നു. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഇതങ്ങ് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എവിടെയാണ് വരിക, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ദെൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്ത് വരും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ വരും. സോ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആകും. അപ്പം നമുക്കറിയാം ഇവിടെ ലൈറ്റ് വരുന്നു, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ടാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താണ്, നെഗറ്റീവ് പൊട്ടൻഷ്യലാണുള്ളത്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് അവിടെ എന്താണ്, ഒരു റിപ്പൾഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺസിനും ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, എമിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺസിനും അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കറണ്ട് എന്താണ്, കറണ്ട് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പം കറണ്ട് കുറയുന്നു. ഞാൻ കുറച്ചും കൂടി നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂട്ടി നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ എന്താണ് ചെയ്യുക, ഇവിടെ കറണ്ട് കുറഞ്ഞ് വരുന്നു. ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ, ഇവിടെ ഞാൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് വരുവാണ്. ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺസും എന്താണ്, തിരിച്ച് പോകും. അതായത് ഇങ്ങോട്ട് ഒന്നും തന്നെ വരാൻ പറ്റില്ല. അങ്ങനെ ഒന്നും തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാതാകുമ്പം ഇവിടെ അമ്മീറ്ററിൽ കറണ്ട് എത്രയായിരിക്കും കാണുക, ഇറ്റ് ഈസ് സീറോ കറണ്ട് ആകും, സീറോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആകും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ
ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സീറോ ആകുന്ന ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗിവൺ ടു പ്ലേറ്റ് സി at which the photoelectric current becomes zero is called the stopping potential or cut-off potential. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇത് 100 വാട്ടിൻ്റെ ബൾബാണെന്ന് പറഞ്ഞില്ലേ. ഇനി ഞാൻ വീണ്ടും എന്താണ് 100 വാട്ട് മാറ്റി ഒരു 200 വാട്ടിൻ്റെ റെഡ് ബൾബ് തന്നെ, അതേ റെഡ് ബൾബ് തന്നെ ഞാൻ ഇട്ടു, 200 വാട്ടിൻ്റെ റെഡ് ബൾബ്. അപ്പം വീണ്ടും എന്താണ് സെയിം കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത് അല്ലേ. അതായത് അറ്റ് സീറോ പൊട്ടൻഷ്യലിൽ കറണ്ട് ഒരു പെർട്ടിക്കുലർ കറണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് 100 വാട്ടിൽ ഒരു കറണ്ട് ഉണ്ട്, എന്നാൽ 200 വാട്ട് ഇൻറ്റൻസിറ്റി കൂടുമ്പം നമ്മളിവിടെ കണ്ടു ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്താണ് കറണ്ടും അതിനനുസരിച്ച് കൂടും. ഇവിടെ 200 വാട്ടായിരുന്നു, ഇവിടെ ഇവിടെ 100 വാട്ടായിരുന്നു, ഇവിടെ 200 വാട്ടായിരുന്നു. അപ്പോൾ 200 വന്നപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റി കൂടിയപ്പം കറണ്ടും അതിനനുസരിച്ച് കൂടി. അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു പൊട്ടൻഷ്യൽ അവിടെ കൊടുക്കുന്നില്ല. പൊട്ടൻഷ്യൽ കൊടുക്കാതെ തന്നെ അവിടെ ഒരു കറണ്ടിൻ്റെ വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ കണ്ടതുപോലെ തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കളക്ടർ പ്ലേറ്റിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, എമിറ്റർ പ്ലേറ്റിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം പോസിറ്റീവ് പൊട്ടൻഷ്യൽ കളക്ടറിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. നമ്മൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് റിയോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് കറണ്ട് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ അത് സാച്ചുറേഷനിലെത്തുന്നു. അടുത്ത I3 ഒരു 300 വാട്ടാണെന്ന് വിചാരിക്കുക, അതേപോലെ തന്നെ എത്തുന്നു. ഇനി എന്താ ചെയ്യുക? ഇവിടെ ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നു. 100 വാട്ടിൽ ചെയ്ത പോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് അതായത് എമിറ്ററിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും കളക്ടർ പ്ലേറ്റിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. സോ ഇതെന്താണ് റിപ്പൽ ചെയ്ത് അത് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റാതാകും. അപ്പോൾ എന്താണ് അവിടെ കറണ്ടിൻ്റെ വാല്യൂവും കറണ്ടും അതിനനുസരിച്ച് കുറയുവാണ്. അങ്ങനെ കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലെത്തി. ഇവിടെയും ഒരു പെർട്ടിക്കുലർ വാല്യൂവിലെത്തി. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഏത് ഇൻറ്റൻസിറ്റി ആയിക്കോട്ടെ 100 200 300 500 എന്ത് ഇൻറ്റൻസിറ്റി ആയിക്കോട്ടെ, നമ്മൾ എടുക്കുന്ന ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റാണ് നമ്മൾ ഇൻസിഡൻ്റ് റേഡിയേഷനാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ. 300 500 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റൻസിറ്റി. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻറ്റൻസിറ്റി. എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്തോട്ടെ, എത്ര വേണമെങ്കിലും കുറഞ്ഞോട്ടെ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് വേറൊരു രീതിയിൽ പറയാം, ദ എനർജി ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി. എനർജി ഓഫ് വാട്ട്? എനർജി ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിനെന്താണ് ഒരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. അപ്പം ആ എനർജി എന്താണ് ഇൻറ്റൻസിറ്റി ഇവിടെ വരുന്ന ഇത് കൂടിയെന്ന് ഇവിടുത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ എനർജി അതിനനുസരിച്ച് കൂടുന്നൊന്നുമില്ല. കാരണം എത്ര ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ എനർജി, ആ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള എനർജി അതെന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, ചേഞ്ച് ചെയ്യുന്നില്ല. സപ്പോസ് ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കൂടുകയെന്ന് വിചാരിക്കുക. ഇലക്ട്രോണിൻ്റെ എനർജി കൂടുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിലും എന്താണ് കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻറ്റൻസിറ്റിക്കും വ്യത്യാസമായിട്ടുള്ള വാല്യൂവേ കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എന്താണ് സെയിം ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ദ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി. സോ ഇതാണ് എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയേ. ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ the stopping potential V0 is the measure of the maximum kinetic energy of the photoelectron that is just stopped from reaching the plate C. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു -2 വോൾട്ടാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 100 ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കളക്ടറിൽ ഞാൻ കൊടുക്കുന്നത് -2 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 100 ഇലക്ട്രോണിന് ഇങ്ങോട്ട് റീച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 100 ഇലക്ട്രോണാണ് എമിറ്റ് ചെയ്യപ്പെട്ടതെങ്കിലും ഒരു 90 ഇലക്ട്രോണാണ് ഇങ്ങോട്ട് റീച്ച് ചെയ്തത്. കറണ്ട് കുറഞ്ഞു. 100 ആണ് എമിറ്റ് ചെയ്തത്, 90 അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കറണ്ട് കുറഞ്ഞു. ഞാനതൊരു -3 വോൾട്ടാക്കി. -3 വോൾട്ടാക്കിയപ്പോഴത്തേക്കും 100 എമിറ്റ് ചെയ്തെങ്കിലും എന്ത് ചെയ്തു? ഇവിടുന്ന് ലൈറ്റിനനുസരിച്ചാണല്ലോ ഇവിടെ എമിറ്റ് ചെയ്യുന്നത്, അത് കോൺസ്റ്റൻ്റ് ആണ്. 100 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങോട്ട് -3 വോൾട്ട് ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിങ് കുറഞ്ഞു. അപ്പോൾ ഒരു 60 ആണ് വന്നതെന്ന് വിചാരിക്കുക.
ഇനി അടുത്തത് ഒരു -7 കൊടുത്തു. -7 കൊടുത്തപ്പോൾ എന്താണ്, അതായത് ഒരു 0 ഇലക്ട്രോൺസ് ആണ് ഇവിടെ വന്നത്. 0 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ ഒന്നും തന്നെ ഇങ്ങോട്ട് വന്നില്ല അല്ലേ. അപ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോന്നിനും വ്യത്യാസമാണ്. ഓരോന്നിൻ്റെയും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നോക്കിയേ, 100 ഇലക്ട്രോൺ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ -2 വോൾട്ട് കൊടുത്തു. 100 ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്യപ്പെട്ടത്, എന്നാൽ 90 മാത്രമേ ഇങ്ങോട്ട് റീച്ച് ചെയ്തിട്ടുള്ളൂ. 90 ഇലക്ട്രോൺ മാത്രമേ ഇങ്ങോട്ട് റീച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് 10 ഇലക്ട്രോണിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്ന എനർജി ഇല്ല, അതിനേക്കാളും കുറവായിരിക്കും ഈ 10 ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനിങ്ങോട്ട് വരാതെ ഇരുന്നത്. സപ്പോസ് ഇവിടെ കൊടുക്കുന്ന ഈ -2 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതൽ എനർജി ബാക്കി 90 ഇലക്ട്രോണിന് ഉള്ളത് കൊണ്ടാണ് അതിങ്ങോട്ട് റീച്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഇവിടെ എനർജി, അതായത് റിപ്പൾസീവ് എനർജി ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഒരു മെറ്റലിൽ നിന്നാണല്ലോ, ഇവിടുത്തെ മെറ്റലിൽ നിന്നാണല്ലോ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ലൈറ്റ് വരുന്നു, ഇവിടെ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺ എന്താണ്, ഇവിടുന്ന് വരുന്ന ഫോട്ടോണിൻ്റെ എനർജി അബ്സോർബ് ചെയ്യുന്നു, അത് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഇവിടെയാണ് ആ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിലാണ് വന്ന് പതിക്കുന്നത്. ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്തിട്ട് അതെന്താണ്, ഇങ്ങോട്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ ഇലക്ട്രോൺ കാണാം, ഇവിടെ ഇലക്ട്രോൺ കാണാം. അപ്പോൾ ഓരോന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഇത്രയും ദൂരവും കൂടി ഇവിടെയുള്ള ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. സോ ഇത്രയും ഡിസ്റ്റൻസും കൂടി ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ കുറച്ച് എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി കുറച്ച് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വെലോസിറ്റി അതിൻ്റെ കുറയാണ്. ചിലപ്പോൾ ഇവിടെയുള്ളതിന് മാക്സിമം വെലോസിറ്റിയിൽ അതിന് എമിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെയുള്ളതിന് ചിലപ്പം ഇതിനേക്കാളും കുറവുള്ള എനർജിയിലായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റിയിലായിരിക്കും കുറവ് വരുന്നത്. അപ്പം വെലോസിറ്റി പലതിനും പല ഇലക്ട്രോണിനും പലതായിരിക്കും. മാസ് സെയിം ആണ്, പക്ഷേ എമിറ്റ് ചെയ്യപ്പെടുന്ന മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി പലതായിരിക്കും. അപ്പം വെലോസിറ്റി പലതാണെങ്കിൽ 12mv² ആണല്ലോ കൈനറ്റിക് എനർജി. അപ്പോൾ വെലോസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് എന്താണ്, ഓരോ ഇലക്ട്രോണിൻ്റെയും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ 100 ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും അതിൽ 90 ഇവിടെ എത്തി. അപ്പോൾ 10 ഇലക്ട്രോണിന് ഇവിടെ കൊടുത്തിരിക്കുന്ന എനർജി, ആ റിപ്പൾസീവ് എനർജിയേക്കാളും കുറവാണ്, അതുകൊണ്ട് ഇതിനെ റീച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 90ക്ക് എന്താണ്, ഇതിനേക്കാളും കുറച്ചും കൂടി എനർജി ഇതിനുള്ളത് കൊണ്ട് ഇതിനിങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് വീണ്ടും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് എന്താണ്, അതിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി ഏത് ഇലക്ട്രോണിനാണോ അതുവരെ നമ്മളെന്താണ് ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. അപ്പോൾ ആ മാക്സിമം എനർജിയിലുള്ള ഇലക്ട്രോൺസിനെ പോലും അവിടെ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ അമ്മീറ്ററിൽ 0 റീഡിങ് കാണിക്കത്തുള്ളൂ, 0 ഫോട്ടോ കറണ്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പോയിന്റ്, ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 measure of maximum kinetic energy of the photoelectron that is just stopped from reaching the plate C. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി മാക്സിമം. ഇതെന്തിൻ്റെ കൈനറ്റിക് എനർജി? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു EV0 അല്ലേ. കാരണം ഇങ്ങോട്ട് വരുന്ന എനർജി, ഇങ്ങോട്ട് ഇലക്ട്രോൺ വരുന്നു, അപ്പോൾ അതിനെ എന്താണ്, റിപ്പൽ ചെയ്യാണ്, അവിടെ വർക്കാണ് ചെയ്യുന്നത് അല്ലേ, വർക്ക് ചെയ്യാണ്. നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ടുള്ള എനർജി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു EV0. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12mv² മാക്സ് ഇസ് ഈക്വൽ ടു EV0 എന്ന് എഴുതാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് യൂഷ്വലി ചോദിക്കാറുണ്ട്. ഇനി അടുത്ത് ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഇത്രയും നേരം എന്താണ് പറഞ്ഞത്, പല ഇൻറ്റൻസിറ്റി എടുത്തു, എന്നാൽ ഒരു ഫ്രീക്വൻസി അല്ലേ, ഒരു ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് പല ഇൻറ്റൻസിറ്റി എടുത്തു. റെഡിൻ്റെ ആണെങ്കിൽ റെഡ്, അതിൻ്റെ പല 100 വാട്ട്, 200 വാട്ട്, 300 വാട്ട് അങ്ങനെ പറഞ്ഞു. ഇനി അടുത്തത് ഇവിടെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള കളർ എടുക്കുകയാണ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അപ്പം റെഡ്, ഓറഞ്ച്, യെല്ലോ. റെഡിൻ്റെ ഫ്രീക്വൻസി ν1, ഓറഞ്ചിൻ്റെ ν2, യെല്ലോയുടേത് ν3. ഓക്കെ, അപ്പം അതിനനുസരിച്ച് റെഡിൻ്റെ ഏറ്റവും കുറവ് ഫ്രീക്വൻസി, യെല്ലോയുടേത് കൂടിയ ഫ്രീക്വൻസി. അപ്പോൾ ഒന്ന് നോക്കിയേ, അതിൻ്റെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ സെയിം? റെഡ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഇൻറ്റൻസിറ്റി സെയിം ആണ് എടുത്തതെന്ന് വിചാരിക്കുക. മൂന്നിൻ്റെയും 100 വാട്ട് ബൾബാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിക്ക് ഒരു സാച്ചുറേഷൻ കർവ് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. മൂന്നിൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ട് അതിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സാച്ചുറേഷൻ വാല്യൂ ഓഫ് ദി കറണ്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇനി പക്ഷേ ഇങ്ങോട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം, ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. സെയിം, അതായത് എത്ര ഇൻറ്റൻസിറ്റി ആണെങ്കിലും അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്. എന്നാൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം അല്ല, ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഏതിനായിരിക്കും കൂടുതൽ വേണ്ടത്, ഏതിനാണോ എനർജി കൂടുതലുള്ളത് അതിനായിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഏതാണ്, ന്യൂ3 ആണ് ഫ്രീക്വൻസി. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് h ന്യൂ ആണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജിയും കൂടുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എനർജി കൂടുമ്പോൾ, ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ മാത്രമേ ഈ കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് കൂടും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടും. അതായത് വേറൊരു രീതി പറഞ്ഞാൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, ബട്ട് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഡസ് നോട്ട് ഹാവ് എനി ചേഞ്ച് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി എന്ന് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി എന്നും വേണമെങ്കിൽ ഈ ഒരു വൈ ആക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഏത് ഫ്രീക്വൻസിയിലുള്ള ഇത് പതിച്ചിട്ടും കാര്യമില്ല, ഏത് എനർജിയിലുള്ള ലൈറ്റ് വന്നിട്ടും കാര്യമില്ല, ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസിക്കാണ് ന്യൂ0 എന്ന് പറയുന്നത്. അപ്പോൾ h0 എന്ന് പറയുന്ന മിനിമം എനർജി അതിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആകാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കാൻ, അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്, വർക്ക് ഫങ്ഷൻ. അതിന് പറയുന്ന പേര് വർക്ക് ഫങ്ഷൻ φ0. അപ്പോൾ ഈ വർക്ക് ഫങ്ഷൻ ഈക്വൽ ആയിട്ടുള്ള എനർജിയിലുള്ള റേഡിയേഷൻ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ബാക്കി എനർജി ഉണ്ടെന്ന് വിചാരിക്കുക, ബാക്കി എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ആയിട്ട് അത് ഫ്ലോ ചെയ്യാനായിട്ട് അതിന് പറ്റുന്നു. അപ്പം ഇവിടെ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ എനർജി h0 എന്ന് പറഞ്ഞാൽ എന്താണ്, φ0ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എനർജി എങ്കിലും വരണം. ഇനി ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിന്നും നമുക്കായ കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കിയേ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ലോവർ ദാൻ എ ത്രഷോൾഡ് വാല്യൂ കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി, ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വാട്ട് എവർ ബി ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു മെറ്റൽ സർഫസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ വരുന്നതിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ന്യൂ0 എന്ന് പറയുന്നൊരു മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ന്യൂ0, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വേറൊരു രീതിയിൽ പറഞ്ഞാൽ φ0, വർക്ക് ഫംഗ്ഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആ ഒരു ഫ്രീക്വൻസിയിലുള്ള, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിയേ, ദ കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ വേരീസ് ഫ്രം 0 to a maximum value. The maximum value depends on the frequency of radiation, not on the intensity of light. It varies linearly with the frequency. അത് ഓൾറെഡി പറഞ്ഞതാണ്. എനർജി ഈസ്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, എനർജി ഈസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, ബട്ട് ഹിയർ ദ എനർജി ഈസ് നോട്ട് ഇൻക്രീസസ് ഓർ നോട്ട് ചേഞ്ചിങ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി. അതാണ് അടുത്ത കൺക്ലൂഷൻ. ഇനിയും മൂന്നാമത്തെ കൺക്ലൂഷൻ, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് വോൾട്ടേജ് VC, ചില സ്ഥലത്ത് V0 കൊടുക്കാറുണ്ട് കേട്ടോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. സ്റ്റോപ്പിംഗ് വോൾട്ടേജ് VC ഫോർ എ ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ഗിവൺ സർഫസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, അതും ഓൾറെഡി കണ്ടതാണ്. ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ദി ഫ്രീക്വൻസി ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അതാണ് ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇൻറ്റൻസിറ്റി കൂട്ടുന്തോറും എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോൺ അല്ലേ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്തത്, ദർ ഈസ് നോ ടൈം ലാഗ് ഇൻസിഡൻസ് ഓഫ് റേഡിയേഷൻ ആൻഡ് എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് റിഗാർഡ്ലെസ് ഹൗ ലോ ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈസ്. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഉണ്ടെന്ന് വിചാരിക്കുക, ഫ്രീക്വൻസി ഓഫ് വാല്യൂ ഉള്ള ന്യൂ0 വാല്യൂ ഉള്ള
ഈ റേഡിയേഷനാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയെങ്കിലും ആകട്ടെ, എത്ര കുറവും ആയിക്കോട്ടെ, ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പതിക്കുന്ന അതേ സമയം തന്നെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ആ മീറ്ററിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനും പറ്റും. സോ ദർ ഈസ് നോ ടൈം ലാഗ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.